സംസ്ഥാന വഖഫ് ബോർഡിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതിൽ സർക്കാർ കോടതിയിൽ ഒത്തുകളിച്ചെന്ന ആരോപണവുമായി പ്രതിപക്ഷവും സമസ്തയടക്കമുള്ള മുസ്ലിം സംഘടനകളും ബി.ജെ.പി. നേതാവ് ഷോൺ ജോർജ് നൽകിയ ഹർജിയെ സർക്കാർ അഭിഭാഷകൻ അനുകൂലിച്ചതാണ് വിവാദമായി മാറിയത്. തുടർന്ന് ഹൈക്കോടതി വഖഫ് ബോർഡിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിയന്ത്രിച്ചു. ന്യൂനപക്ഷങ്ങളെയും ജനങ്ങളെയും വഞ്ചിക്കുന്ന നിലപാടാണ് യു.ഡി.എഫ്. സർക്കാർ സ്വീകരിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. വഖഫ് ബോർഡ് വിഷയത്തിൽ സർക്കാർ നിലപാട് കൊലച്ചതിയെന്നാണ് എ.പി. വിഭാഗം സമസ്ത വിമർശനമുയർത്തുന്നത്. വഖഫ് ബോർഡിന് ഹൈക്കോടതി നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. സംസ്ഥാന സർക്കാർ ബി.ജെ.പിയുമായി ചേർന്ന് ഒത്തുകളിക്കുകയാണെന്ന വിമർശനത്തിന്റെ വാസ്തവമെന്ത്? കാണാമാർദി എക്സ്ട്രാ. വഖഫ് ബോർഡിനെതിരായ ഹർജിയിൽ സർക്കാർ സ്വീകരിച്ച നിലപാടിനെതിരെയാണ് വിമർശനം ശക്തമായത്. ബി.ജെ.പി. നേതാവ് ഷോൺ ജോർജ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വഖഫ് ബോർഡിന്റെ പ്രവർത്തനം താത്കാലികമായി നിയന്ത്രിച്ചത്. കേന്ദ്ര നിയമമനുസരിച്ച് മുസ്ലിം ഇതര അംഗങ്ങൾ വഖഫ് ബോർഡിൽ ഇല്ലെന്നായിരുന്നു ഹർജിയിൽ ഷോൺ ജോർജിന്റെ വാദം. വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചെന്നാണ് സർക്കാർ കോടതിയിൽ നൽകിയ വിശദീകരണം. മന്ത്രി എൻ ഷംസുദ്ദീനും പരോക്ഷമായി ഈ വാദത്തെ പിന്തുണച്ചു. സർക്കാർ നിലപാടിനെതിരെ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷവും സമസ്ത അടക്കമുള്ള സംഘടനകളും രംഗത്തെത്തി. ഹൈക്കോടതിയിൽ ഹർജിക്കാർക്കൊപ്പം ചേർന്ന് സർക്കാർ ഒത്തുകളിച്ചെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം. സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണ് സർക്കാർ നടപ്പാക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. വഖഫ് ബോർഡ് പുനഃസംഘടനയിൽ സാങ്കേതികത്വം പറഞ്ഞാണ് മുസ്ലിം ലീഗ് വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്. ബോർഡിന്റെ പ്രവർത്തന നിയന്ത്രണത്തിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ അടുത്തയാഴ്ച സുപ്രീം കോടതി പരിഗണിക്കും. ഹൈക്കോടതിയിൽ നിലപാട് സ്വീകരിക്കാതെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയതിനെതിരെയും വിമർശനം ശക്തമായിട്ടുണ്ട്. RDX റാപ്പ് ന്യൂസ് മലയാളം. ബി.ജെ.പിക്കാരായ ഹർജിക്കാർക്കൊപ്പം സർക്കാർ നിന്നത് ന്യൂനപക്ഷങ്ങളോട് കാട്ടിയ വഞ്ചനയാണ്. നടക്കുന്നത് സമ്പൂർണ്ണമായ കീഴടങ്ങലും പാദസേവയുമാണെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. സംഘപരിവാറുമായി രഹസ്യധാരണയോ കൈകോർക്കലോ അല്ല, അതിനു പകരം സമ്പൂർണമായ കീഴടങ്ങലും പാദസേവയുമാണ് ഇപ്പോഴത്തെ നടപടികളിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. ഇത് അപമാനകരമായ കാര്യമാണ്, തീർത്തും ലജ്ജാകരമായ കാര്യമാണ്. വഖഫ് ബോർഡ് വിഷയത്തിൽ സർക്കാർ ബി.ജെ.പിക്കൊപ്പം ഒത്തുകളിച്ചു എന്ന് സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കം കുറ്റപ്പെടുത്തി. സമുദായ താൽപര്യമുണ്ടെങ്കിൽ ലീഗിന് എങ്ങനെ ബി.ജെ.പിക്കൊപ്പം നിൽക്കാനാകുമെന്നും ഉമർ ഫൈസി മുക്കം ചോദിച്ചു. സർക്കാരിന് രണ്ട് ആളെ ഒഴിവുണ്ടെങ്കിൽ അവിടെ നികത്താനുള്ള അധികാരം അവർക്കുണ്ട്. അത് നികത്തിയാൽ മതി. ബി.ജെ.പിയുടെ കൂടെ പോയിട്ട് പരാതിയിലൊന്നും കൂട്ടിച്ചേരേണ്ട ആവശ്യമില്ല. മനുഷ്യന്മാരൊക്കെ വിലക്കാവാൻ വേണ്ടിയിട്ട്. പക്ഷെ ബി.ജെ.പി ഹർജിക്കാരനെ പിന്തുണയ്ക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നല്ലേ? കോടതി പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ പക്ഷെ സർക്കാർ ഈ കാര്യത്തിൽ ജാഗ്രത പുലർത്തണ്ടായിരുന്നല്ലേ? ബി.ജെ.പിയുടെ വാദത്തെ അംഗീകരിച്ചു കൊടുക്കേണ്ടിയിരുന്നില്ല എന്നുള്ളതാണല്ലേ? അതും പിന്നെ സർക്കാരിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഗതി സർക്കാരിന്റെ വീഴ്ചയാണ് ചൂണ്ടിക്കാണിച്ചത്. സർക്കാർ നേർത്തിയാൽ മതിയായിരുന്നു. ലീഗിനൊട്ടും ഗൗരവത്തിൽ എടുത്തിട്ടില്ല എന്നാണോ ഈ വിഷയം? ലീഗ് ഗൗരവത്തിലും എടുത്തില്ല, അഗൗരവത്തിലും എടുത്തിട്ടില്ല. അത് നിസ്സാരമായ സംഗതിയായിട്ട് കണ്ട് ബി.ജെ.പിന്റെ കൂടെ പൊതുജനങ്ങളൊക്കെ ഇത് കാണില്ലേ എന്നൊരു ബോധെങ്കിലും വേണ്ടവർ. എനിക്ക് വോട്ട് തരുന്ന എന്റെ കൂട്ടത്തിൽ എന്റെ കൊടി പിടിക്കുന്ന ആൾക്കാർ ഇത് കാണും എന്നുള്ള ഒരു ജാള്യത പോലും ഇല്ലാത്ത ഒരു അന്ധമായ പണിയല്ലേ അവർ ചെയ്തത്. ബോർഡ് രൂപീകരണം നിയമപരമല്ല എന്ന പ്രശ്നം പരിശോധിക്കാമെന്ന് മാത്രമാണ് കോടതിയെ അറിയിച്ചതെന്നും അമുസ്ലിങ്ങളെ തിരികെ കയറ്റാമെന്ന് പറഞ്ഞിട്ടില്ല എന്നും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ സാങ്കേതികവും നിയമപരവുമായ വ്യവസ്ഥകൾ പാലിച്ചിട്ടില്ല ഇത് രൂപീകരിക്കുമ്പോൾ എന്നുള്ളതാണെങ്കിൽ ഞങ്ങളത് പരിശോധിക്കാം എന്ന് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതാ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ രണ്ട് മുസ്ലിങ്ങളെ വെച്ചോളാം എന്നൊന്നും ഞങ്ങൾ കോടതിയിൽ പറഞ്ഞിട്ടില്ല. കേരള ഗവൺമെൻറ് കോടതിയിൽ പറഞ്ഞിട്ടില്ല. വളരെ വ്യക്തമാണ്. ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാടോടെ ബി.ജെ.പി. സർക്കാരിനേക്കാൾ വലിയ ബി.ജെ.പി. സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് ഉറപ്പായെന്ന് മുൻമന്ത്രി P. രാജീവ് വിമർശിച്ചു. സ്വന്തം ആൾക്കാരെ തിരികെ കയറ്റാനുള്ള ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് സംവിധാനം മാത്രമായി മുസ്ലിം ലീഗ് മാറിയെന്നും P. രാജീവ് വിമർശിച്ചു.
മുസ്ലിമിന്റെ കാര്യം ചെയ്യാൻ വഖഫ് ബോർഡിൽ ഭൂരിപക്ഷവും അമുസ്ലിമുകളാക്കി ഹൈക്കൊള്ളട്ടെ എന്ന നിലപാട് ഹൈക്കോടതിയിൽ സ്വീകരിക്കുമ്പോൾ മുസ്ലിം ലീഗ് ആരുടെ താല്പര്യം സംരക്ഷിക്കുന്നു? BJP സർക്കാരിനേക്കാളും ശക്തമായ BJP സർക്കാരാണ് ഇപ്പോ കേരളത്തിൽ പ്രയോഗത്തിൽ അധികാരത്തിലിരിക്കുന്നത്. മുസ്ലിം ലീഗ് മുസ്ലിം സമുദായത്തിന്റെ താല്പര്യമല്ല, തങ്ങളുടെ ചില ആളുകളെ അതിനകത്ത് നിയമിക്കുക എന്ന സ്വാർത്ഥ സങ്കുചിത താല്പര്യം മാത്രമുള്ള ഒരു ലിമിറ്റഡ് കമ്പനിയായിട്ട് മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നു. സുരേഷ്, ഇതിപ്പോൾ വളരെ വിചിത്രമായ കാര്യങ്ങളാണ് നടക്കുന്നത് ഈ കാര്യത്തിൽ. നിശ്ചയമായിട്ടും നമുക്ക് ഇത് ഒരുപാട് വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഒന്ന് ഈ വഖഫ് നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മളെല്ലാവരും ഒരുവിധപ്പെട്ട ആളുകളെല്ലാം എതിർക്കുന്നത്, രാഷ്ട്രീയമായിട്ട് പ്രത്യേക താല്പര്യങ്ങളുള്ള പാർട്ടിക്കാരല്ലാത്ത എല്ലാവരും എതിർക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വഖഫ് എന്നുള്ളത് മുസ്ലിങ്ങൾക്ക് മുസ്ലിം ആ വിശ്വാസത്തിൻ്റെ ദത്തമായിട്ടുള്ള സ്വത്തുക്കളെ കൈകാര്യം ചെയ്യാനുള്ള ഒരു സംവിധാനമാണ്. അതിനകത്ത് മുസ്ലിം വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ആളുകൾ തന്നെയാണ് വേണ്ടത് എന്നതാണ് പൊതുവിൽ നമ്മൾ എടുക്കേണ്ടുന്നൊരു നിലപാട് എന്നാണല്ലോ നമ്മൾ പലപ്പോഴായിട്ട് ചർച്ച ചെയ്തപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ഈ പുതിയ നിയമത്തിനകത്ത് അങ്ങനെയല്ല, മുസ്ലിങ്ങൾ കൂടെ മറ്റു വിശ്വാസികൾ കൂടെ വേണം എന്നൊരു സംഗതി വന്നതിനെ, അല്ലെങ്കിൽ തന്നെയും മുസ്ലിങ്ങൾ ഇതര അല്ലെങ്കിൽ അപരരാണ്, അല്ലെങ്കിൽ അവരെ സംശയത്തോടെ നോക്കുന്ന ഒരു രാഷ്ട്രീയ പക്ഷമൊക്കെ രാജ്യത്ത് പലയിടത്തായിട്ട് ഇപ്പോൾ ശക്തി ആർജിച്ച് വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ കൂടെ ഈ ബോർഡിൽ തിരികെ കയറ്റിയാൽ നിശ്ചയമായിട്ടും ഒരു ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമെന്നും മുസ്ലിങ്ങൾ നീതി നിഷേധം നേരിടുമെന്നും മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ആളുകളാണ് ഇതിനെ എതിർത്തുകൊണ്ടേയിരിക്കുന്നത്. ആ കാര്യത്തിന്, ആ ഭാഗത്തിന്, ആ ചിന്തക്ക് ഉപോത്ബലകമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വസ്തുതയായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ദേവസ്വം ബോർഡിലെ 14ാം വകുപ്പ് കർശനമായിട്ട് പാലിച്ചുകൊണ്ട് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാം എന്നാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗും സർക്കാരും അവിടെ ചെന്ന് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് BJP നേതാവുള്ള ഷോൺ ജോർജ് ഈ സർക്കാരിൻ്റെ നിലപാടിനെ വളരെ ഹാർദവമായിട്ട് അഭിനന്ദിക്കുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്തതെന്ന് നമുക്കറിയാം. അപ്പോൾ PMA സലാം പറയുന്ന കാര്യമല്ല വസ്തുത എന്നത് പച്ചവെള്ളം പോലെ തെളിഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞൊഴിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് നമ്മൾ നോക്കും. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല, എവിടെയോ വന്നൊരു കാര്യം, അതായത് ശരിക്കും ലീഗ് അങ്ങനെ ആലോചിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്, ഈ ജയന്തി രാജൻ എന്ന് പറയുന്ന ഞങ്ങളുടെ മണ്ഡലത്തിൽ മത്സരിച്ച നേതാവുണ്ടല്ലോ, ഞങ്ങളുടെ മണ്ഡലത്തിൽ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ മത്സരിച്ച അവരുടെ മുസ്ലിം ലീഗിൻ്റെ അമുസ്ലിമായിട്ടുള്ള ഹിന്ദു സമുദായത്തിൽപ്പെട്ട ജയന്തി രാജനെ വഖഫ് ബോർഡ് അംഗമാക്കിയിട്ട് പുനഃസംഘടിപ്പിക്കാവുന്ന ഒരു ആലോചന ലീഗിനുണ്ടായിരുന്നു എന്ന് എവിടങ്ങളിലൊക്കെയോ കണ്ട്, അയ്യോ ഇത് ഇവർ രാഷ്ട്രീയം കൊണ്ടുപോയിട്ട് അറബിക്കടൽ കൊണ്ടുപോയിട്ടോ എന്ന് നമുക്ക് തോന്നലുണ്ടാകുന്നത്. മതമാണ് പ്രശ്നം എന്ന് വളരെ ആവേശത്തോടുകൂടി പ്രസംഗിച്ചിട്ട് വൈകാരികമായിട്ട് നാട്ടുകാരെ ഉണർത്തിയ ഈ നേതാക്കളുള്ള ആ പാർട്ടി അവരുടെ രാഷ്ട്രീയം കൊണ്ടുപോയിട്ട് കടലിലിട്ടോ അറബിക്കടലിലിട്ടോ എന്ന് തോന്നലുണ്ടാക്കുന്ന സംഭവമാണ് യഥാർത്ഥത്തിൽ ഇത്. ഈ 14ാം വകുപ്പ് പ്രകാരം പുനഃസംഘടിപ്പിക്കുക എന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോഴത്തെ KS ഹംസയെ പുറത്താക്കണമെങ്കിൽ ഹർഷ പിന്നെ ഈ പറയുന്ന 2028 വരെ അദ്ദേഹത്തിന് സമയമുണ്ട്. അപ്പോൾ അവരെ പുറത്താക്കാനുള്ള ഒരു ചാൻസ് നിലക്കാണ് അവരിതിനെ കാണുന്നത്. എന്നിട്ട് ജയന്തി രാജനെ വെച്ച് എക്സിക്യൂട്ട് ചെയ്യുക പുതിയ സംഘടന, അതാണ് അവർ വിചാരിച്ചിരിക്കുന്നത്, പുതിയ ബോർഡിനെ. പക്ഷേ അപ്പോൾ അവരുടെ രാഷ്ട്രീയം എവിടെ പോകുന്നു ചിന്തിക്കാനുള്ള ആലോചന അവർ നടത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ കാര്യത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു പോകണം സനീഷ്, അത് വേറൊന്നുമല്ല, എന്തായിരുന്നു LDF സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് എന്നതുകൂടിയാണ്. ഈ വഖഫ് നിയമത്തിനെതിരായ കേസിൽ സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്നിട്ടുണ്ട് കേരള സർക്കാർ, LDF സർക്കാരിൻ്റെ കാലത്ത്. ആ കേരള സർക്കാർ അവിടെ വാദിച്ചിരിക്കുന്നത് എന്താണ്? ഈ സെക്ഷൻ 14 ഭരണഘടനാ വിരുദ്ധവും മതവിരുദ്ധവുമാണ്, അതുകൊണ്ട് ഒരു രീതിയിലും അത് അംഗീകരിക്കാൻ പാടില്ല എന്ന് LDF സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന സമീപനമാണ്. എന്നിട്ടാണ് ഇവിടെ ഹൈക്കോടതിയിൽ പോയിട്ട് ഈ സെക്ഷൻ 14 അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഇതര മതസ്ഥരെ വേണമെങ്കിൽ അംഗങ്ങളാക്കാവുന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പൊളിച്ചു പണിയാമെന്ന് മുസ്ലിം ലീഗും കോൺഗ്രസും അടങ്ങുന്ന ഈ സർക്കാർ പോയി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതോടെ സംസ്ഥാന സർക്കാരിൻ്റെ സുപ്രീം കോടതിയിലെ വാദം തീർന്നില്ലേ? അതോടെ അത് ദുർബലമായില്ലേ? അപ്പോൾ ഈ വിഷയത്തിൽ തന്നെ ഇങ്ങനെ വാദിക്കാനും ഇതിന് പിന്നാലെ നടക്കാനും വളരെ കുറച്ച് സർക്കാരുകളോ വളരെ കുറച്ച് സംഘടനകളോ മാത്രമുള്ള സമയത്താണ് ഇങ്ങനെ ഒരു പണി ഇവരെ ഒപ്പിച്ചിരിക്കുന്നത് എന്ന് ഓർക്കണം. ഇതിനകത്ത് ഞാൻ ഒന്നാമത് പറയുക മുസ്ലിം ലീഗിനെയാണ്. മുസ്ലിം ലീഗിൻ്റെ അധികാരമോഹം, അധികാരക്കൊതി, അത് മാത്രമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഈ ഒരു സമീപനം സ്വീകരിക്കാനുള്ള ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, ഇനി ഈ പറയുന്നത് പോലെ BJPയുമായി വല്ല ധാരണയുണ്ടോ എന്നൊക്കെ കാലം തെളിയിക്കട്ടെ. കാരണം വേറൊന്നുമല്ല, ഇപ്പോൾ LDF സർക്കാരിൻ്റെ കാലത്തുള്ള വഖഫ് ബോർഡാണ് ഇപ്പോൾ ഉള്ളത്. ഈ വഖഫ് ബോർഡിനെ പുനഃസംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ UDFൻ്റെ താല്പര്യക്കാരെ അല്ലെങ്കിൽ ലീഗിൻ്റെ നേതാക്കളെ തിരുകണമെങ്കിൽ അത് അത്ര എളുപ്പമല്ല. അത് 2022 വരെയെങ്ങാണ്ട് കാലാവധിയുണ്ട് ഇവർക്ക്. അപ്പോൾ ഇത് എത്രയും എളുപ്പം ഈ ഒരു 2 വർഷം കാത്തിരിക്കാൻ പറ്റില്ല. അതിന് മുമ്പ് നമുക്ക് കിട്ടാനുള്ളതെങ്കിൽ പോരട്ടെ, 2 സ്ഥാനമെങ്കിൽ 2 സ്ഥാനം, 1-2 നേതാക്കളുടെ സ്ഥാനമോഹം അത് തൃപ്തിപ്പെടുത്തുക, അതിനുവേണ്ടി മാത്രമാണ് ഇപ്പോൾ
എല്ലാ രാഷ്ട്രീയവും ഉപേക്ഷിച്ച് നിലപാടുകൾ തള്ളിക്കളഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗും കോൺഗ്രസും ഹൈക്കോടതിയിൽ ഈ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് വഖഫ് വിഷയത്തിൽ. കാരണം ഇത് ആരാണ്? ഷോൺ ജോർജിന്റെ ഹർജിക്ക് അനുസരിച്ച് സർക്കാർ ആടുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരവസ്ഥയാണത്? അതും ഏത് സർക്കാരാണ്? സർക്കാർ എന്ന് പറയുമ്പോൾ LDF വരും UDF വരും മാറിയും മറിഞ്ഞും പോകും. പക്ഷേ കേരള സർക്കാരിൻ്റെ ഒരു നിലപാടല്ല ഈ കാര്യത്തിൽ ഉണ്ടാവേണ്ടത്. കേരള സർക്കാർ ഈ കാര്യത്തിൽ ഇപ്പോൾ LDF സർക്കാരാണ് ഇത് ചെയ്തതെങ്കിൽ കേരളത്തിൽ എന്തായിരിക്കും മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നിലപാട്? അവരുടെ വാദം എന്തായിരിക്കും? BJP അത് നരേന്ദ്രമോദിയും പിണറായി വിജയനും ഒരുമിച്ചിരുന്ന് ഒപ്പിട്ട് ധാരണയിലാക്കിയ കരാർ പ്രകാരമാണ് ഇത് പറഞ്ഞെന്ന് ഇവർ പറഞ്ഞു നടക്കില്ലേ? ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയും എന്താണ് മോദിയും കൂടി ധാരണയിലെത്തിയിട്ടാണോ ഇങ്ങനെ ഒരു തീരുമാനം ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്? അപ്പോൾ ഈ കാര്യത്തിൽ മുസ്ലിം ലീഗ് ഒന്നാമത് വിമർശിക്കപ്പെടണം, അതോടൊപ്പം തന്നെ കോൺഗ്രസും വിമർശിക്കപ്പെടണം. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഇതിനെ മനസ്സിലാക്കുകയാണെങ്കിലേ പിന്നെ എന്താണ് നമ്മുടെ അലോഷ്യസ് സേവ്യർ VD സതീശനെ നോക്കിയതുപോലെ ലീഗിന്റെ രാഷ്ട്രീയം ലീഗിനെ നോക്കുക. ലീഗ് VD സതീശനെ പോലെ നോക്കാതെ കടന്നു പോകുന്നു. ലീഗിന്റെ രാഷ്ട്രീയം ഹതാശമായിട്ട് ലീഗിനെ എങ്ങനെ നോക്കുന്നു? എന്നെ കൂടെ കൊണ്ടുപോകും. ലീഗിന്റെ രാഷ്ട്രീയം മറന്ന് ഒറ്റ നടപ്പാണ് നടന്നത്. എന്തായാലും വഖഫ് ബില്ലിനെതിരെ ദേശീയ തലത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുള്ളവരാണ് കോൺഗ്രസും മുസ്ലിം ലീഗും ഇടതുപക്ഷ പാർട്ടികളും അടങ്ങുന്ന പ്രതിപക്ഷ കക്ഷികളെല്ലാം. എന്നിട്ടും എതിർപ്പുകൾ മറികടന്ന് കേന്ദ്ര സർക്കാർ ഭേദഗതിയുമായി മുന്നോട്ട് പോയപ്പോൾ അതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച പാർട്ടിയുടെ പേരുമാണ് മുസ്ലിം ലീഗ്. പുതിയ നിയമം വഖഫ് ആശയത്തെ തന്നെ അട്ടിമറിക്കുന്നതും മൗലികാവകാശങ്ങളുടെ ലംഘനവുമാണെന്നായിരുന്നു അന്ന് മുസ്ലിം ലീഗിന്റെ വാദം. എന്നാൽ മുസ്ലിം ലീഗ് കൂടി ഉൾപ്പെട്ട UDF സർക്കാർ കേരള ഹൈക്കോടതിയിൽ കേന്ദ്ര ഭേദഗതിയെ അനുകൂലിക്കുന്ന തരത്തിലാണ് നിലപാടെടുത്തിരിക്കുന്നത് എന്നതാണ് വൈരുദ്ധ്യം. അതുകൊണ്ടാണ് BJP രാഷ്ട്രീയത്തിന് കുടപിടിക്കുന്ന സർക്കാരായി VD സതീശൻ സർക്കാർ മാറി എന്ന് ഇടതുപക്ഷവും സമസ്തയടക്കമുള്ള സാമുദായിക സംഘടനകളും വിമർശിക്കുന്നത്. സർക്കാരിൻ്റെ ഈ നിലപാടിനെ തള്ളിപ്പറയാൻ മുസ്ലിം ലീഗിനും സാധിക്കുന്നില്ല എന്നത് അവരുടെ ദുർബലാവസ്ഥയെയാണ് കാണിക്കുന്നത്.